നമസ്കാരം. കേരളത്തിലെ പരിഹാസ്യരായ യുവനേതാക്കളിൽ മുൻനിരയിൽ നിൽക്കുന്നവരാണ് ചിന്താ ജെറോം, ഡബിൾ റഹീം, PM മാർഷോ, ആര്യ രാജേന്ദ്രൻ, ശിവപ്രസാദ്. ഇവരൊക്കെ ഞാനീ പറയുന്നത് വെറുതെയല്ല. സമൂഹ മാധ്യമങ്ങളിൽ ഇവരിടുന്ന പോസ്റ്റുകൾക്കും ഇവരെ സംബന്ധിച്ചുള്ള വാർത്തകൾക്കും താഴെ വരുന്ന കമന്റുകൾ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഇക്കൂട്ടത്തിൽ ചിന്താ ജെറോമാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് കരകമ്പി. തൊഴിലില്ലായ്മയ്ക്കെതിരെയുള്ള പോരാട്ടം, അനീതിക്കെതിരെ തെരുവിലിറങ്ങുന്ന ചെറുപ്പക്കാരുടെ മുഖം എന്നൊക്കെയാണ് ഡിവൈഎഫ്ഐയെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ഇന്ന് ചോദ്യം മറ്റൊന്നാണ്. ചിന്താ ജെറോം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാവാകുന്നതോടെ ഇനി അതൊരു സമരത്തിൻ്റെ സംഘടനയാകുമോ അതോ സോഷ്യൽ മീഡിയയിലെ ട്രോളുകളുടെ സംഘടനയാകുമോ എന്നുള്ളതാണ് ആ ചോദ്യം. ചിന്താ ജെറോം സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരുന്നു എന്ന് കേട്ടപ്പോഴേ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളുടെ അഭിഷേകമാണ്. ചിന്താ ജെറോം സംസ്ഥാന നേതാവായാൽ എന്താണ് വരുന്ന മാറ്റം? അന്തം കമ്മികൾ പറയും പുതിയ തലമുറയുടെ നേതൃത്വം. പക്ഷേ ജനങ്ങൾ ചോദിക്കും പുതിയ തലമുറയോ അതോ പുതിയ ട്രോൾ മെറ്റീരിയലോ എന്ന്. കാരണം രാഷ്ട്രീയം എന്നത് മൈക്ക് കയ്യിൽ കിട്ടുമ്പോൾ പറയുന്ന വലിയ വാചകങ്ങളല്ല, ജനങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയണം എന്നുള്ളതാണ്. ജനങ്ങൾ പരിഹസിക്കുമ്പോൾ അതിനെ നേരിടാനുള്ള രാഷ്ട്രീയമായ കരുത്ത് വേണമെന്നുള്ളതാണ്. ഇവിടെയാണ് പ്രശ്നം. ചിന്താ ജെറോമിനെയും ആര്യ രാജേന്ദ്രനെയും പോലെയുള്ളവരെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ ഡിവൈഎഫ്ഐയുടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചു പിടിക്കാൻ കഴിയുമോ? ഈ പറഞ്ഞ രണ്ടുപേർക്കും പോലും നല്ലൊരു പ്രതിച്ഛായയില്ല. പിന്നെങ്ങനെ അവർ പ്രസ്ഥാനത്തിൻ്റെ പ്രതിച്ഛായ തിരിച്ചു പിടിക്കും? ഇവരാണോ ഇനി യുവജന പ്രസ്ഥാനത്തിൻ്റെ മുഖം എന്ന് ചോദിച്ച് ആളുകൾ കളിയാക്കിച്ചിരിക്കും. ഒരു സംഘടനയുടെ ഏറ്റവും വലിയ ദുരന്തം എതിരാളികൾ പരിഹസിക്കുന്നതല്ല, സ്വന്തം നേതാക്കളുടെ പ്രവൃത്തി കാരണം അണികൾക്ക് ഉത്തരം മുട്ടുന്നതാണ്. ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. പൊതുവേദിയിൽ വാ തുറന്നൊന്നും മിണ്ടിയാൽ 10 മിനിറ്റിനകം അതിൻ്റെ വീഡിയോ ക്ലിപ്പുകളും അരമണിക്കൂറിനുള്ളിൽ ട്രോളുകളും പുറത്തിറങ്ങും. ഒരു വാക്ക് തെറ്റിയാൽ 1000 മീൻ, ഒരു പ്രസ്താവന പാളിയാൽ 10,000 ട്രോൾ. അതായത് ഡിവൈഎഫ്ഐക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി പ്രതിപക്ഷമല്ല, മറിച്ച് അവരുടെ നേതാക്കൾ തന്നെയാണ് എന്നർത്ഥം. ഇനി ആര്യ രാജേന്ദ്രൻ നോക്കൂ. യുവജന രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധിയായി രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി CPM കെട്ടിയിറക്കിയതായിരുന്നു ആര്യ രാജേന്ദ്രനെ. പക്ഷേ രാഷ്ട്രീയത്തിൽ ഒരു കാര്യം പ്രധാനമാണ്. പദവി കിട്ടുന്നത് വേറെ, ജനങ്ങളുടെ അംഗീകാരം കിട്ടുന്നത് വേറെ. കസേരയിലിരുന്നാൽ നേതാവാകാം, പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ നേതാവാകണമെങ്കിൽ മികച്ച പ്രവർത്തനം വേണം, വിശ്വാസ്യത വേണം, ഉത്തരവാദിത്വം വേണം. അല്ലെങ്കിൽ എന്തുണ്ടാകും? നേതാക്കൾ സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കും, അണികൾ വാപൊളിച്ചിരുന്ന് കൈയടിക്കും. ഇതൊക്കെ ആളുകളുടെ മൊബൈലിൽ ദൃശ്യങ്ങളായി വരും. പിന്നെ ട്രോളും പരിഹാസവും ഒക്കെ വേണ്ടതുപോലെ കിട്ടും. അങ്ങനെയാണ് ഡിവൈഎഫ്ഐയിൽ ഇതുവരെ സംഭവിച്ചത്. ഇപ്പോൾ ഡിവൈഎഫ്ഐയും SFIയും ആശയങ്ങളുടെ പേരിലല്ല ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടുന്നത്, പരിഹാസത്തിൻ്റെയും അക്രമത്തിൻ്റെയും പേരിലാണ്. ഒരു കാലത്ത് തെരുവിൽ മുദ്രാവാക്യം വിളിച്ചിരുന്ന യുവാക്കളുടെ സംഘടന ഇന്ന് സോഷ്യൽ മീഡിയയിൽ സ്വന്തം നേതാക്കളുടെ പഴയ പ്രസംഗങ്ങൾ തിരഞ്ഞെടുത്ത് ട്രോൾ ചെയ്യപ്പെടുന്ന സംഘടനയായി മാറി. ഇത് രാഷ്ട്രീയ വളർച്ചയാണോ അതോ തകർച്ചയാണോ? ചിന്താ ജെറോമോ ആര്യ രാജേന്ദ്രനോ ആര് വേണമെങ്കിലും വരട്ടെ, അവർക്ക് വായിട്ടലയ്ക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ, ജനങ്ങളെ അഭിമുഖീകരിക്കാനും അവരോട് മാന്യമായി പെരുമാറാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും തെറ്റുകൾ സമ്മതിക്കാനും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും കഴിയണം. ഇതൊന്നുമില്ലെങ്കിൽ നേതാക്കൾ വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, അണികൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം കാണുന്ന ആളുകൾ പുറത്തുനിന്ന് കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഡിവൈഎഫ്ഐയുടെ അണികളിൽ ചിലരുടെയെങ്കിലും മനസ്സിൽ ഒരു ചോദ്യമുയരും, ഞങ്ങളുടേത് ഒരു യുവജന പ്രസ്ഥാനമാണോ അതോ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കോമഡി കണ്ടന്റാണോ എന്നുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, ഒരിക്കലും ആര്യ രാജേന്ദ്രനും ചിന്താ ജെറോമിനും ഒന്നും മാറാൻ കഴിയില്ല, ഡിവൈഎഫ്ഐക്കും.